തിരുവനന്തപുരം കഴക്കൂട്ടം മേഖലയിൽ കുടിവെള്ള പ്രതിസന്ധി. കഴിഞ്ഞ 12 ദിവസമായി കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പരാതിപ്പെടുന്നത്. പൊങ്ങുമൂട് ജല അതോറിറ്റിക്ക് മുന്നിൽ CPIM, കോൺഗ്രസ്, BJP സംയുക്ത പ്രതിഷേധം നടക്കുകയാണ്. നാഷണൽ ഹൈവേയിൽ ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. മേഘന മുരളി ഉണ്ടാകും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. മേഘന മുരളി ഉണ്ട് വിവരങ്ങളുമായി. മേഘന, ഈ നാഷണൽ ഹൈവേയിൽ കുളിച്ചുകൊണ്ടാണ് കിടപ്പ് രോഗി ബീച്ചില്ലാതെ ഞാൻ വെള്ളം തന്നെ പോകില്ല. മേഘന മുരളിയുണ്ട് വിവരങ്ങളുമായി. മേഘന, ഈ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായിട്ടില്ല 12 ദിവസമായിട്ടും എന്നതാണ് അവിടുത്തെ ആ നാട്ടുകാരുടെ പരാതി. എല്ലാ കക്ഷികളും സംയുക്തമായി ഇപ്പോൾ പ്രതിഷേധത്തിലുണ്ട്. വളരെ വിചിത്രമായ വ്യത്യസ്തവുമായ ഒരു പ്രതിഷേധം കാണുന്നുണ്ട്. വെള്ളം തലയിൽ കോരി ഒഴിച്ച് ദേശീയപാതയ്ക്ക് അടുത്ത് നിന്നുള്ള പ്രതിഷേധം. എന്താണ് വിവരങ്ങൾ മേഘന? GK, മാർച്ച് പകുതി മാസമാകുന്നതേയുള്ളൂ. ആ സമയത്ത് തന്നെ വലിയ കുടിവെള്ള പ്രതിസന്ധിയും ശുദ്ധജല പ്രതിസന്ധിയും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നത് കഴക്കൂട്ടം, ഉള്ളൂർ, ആക്കുളം, ചെറുവയ്ക്കലടക്കമുള്ള മേഖലകളിലെ ആളുകൾ പറയുന്നത്. അവർ കഴിഞ്ഞ 12 ദിവസമായി കുടിവെള്ള പ്രതിസന്ധി അനുഭവിക്കുകയാണ്. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പൊങ്ങുമൂട് ജല അതോറിറ്റിയുടെ മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഹൈവേ ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. വാഹനം കടത്തിവിടില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്പസമയം മുന്നേ ഇവിടെ നിന്ന് ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിക്കുന്ന ആളുകളെ വരെ കണ്ടു. കാരണം ഇന്ന് വിശേഷ ദിവസമാണ്. ഇന്ന് പോലും അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നതാണ് പരാതിയായി പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്നാണ് പ്രതിഷേധിക്കുന്നത്. ചേച്ചി, എത്ര ദിവസമായി കുടിവെള്ളം? 12 ദിവസമായിട്ട് കുടിവെള്ളം ഇല്ല. ഒരു തുള്ളി വെള്ളം പൈപ്പിൽ വരുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? കുടിവെള്ളം മാത്രം തന്നാ മതി. വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അധികാരികൾ 10 മണിക്ക് വന്ന് തുടങ്ങിയാണ്. ആരെങ്കിലും ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടോ? നമ്മളെ MLA ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികാരികൾ എന്തേ കണ്ണടയ്ക്കുന്നത്? ചേട്ടനാണ് ഇവിടെ കുളിച്ച് പ്രതിഷേധത്തിലേക്ക് പോകുന്നു. കാരണം എന്താണ്? 2 രോഗികൾ കിടക്കുന്ന വീട്ടില് കിടരോഗി വീൽ ചെയർ. ഞങ്ങൾക്ക് കിണറ്റിയില്ല, വെള്ളമില്ല. ഇന്ന് ഒരാൾ വെള്ളം ഇറക്കി തന്നു. എന്നാൽ വീൽ ചെയർ മാറ്റി വന്നു. വെള്ളമില്ല. ഞങ്ങൾ ഇന്നത്തെ 13 ചോദിച്ചാം മേഡം, ഇന്നത്തെ 13 ചോദിച്ചാം. വെള്ളമില്ലാതെ കിടക്കുന്നു. ചായ കുടിച്ചാ മീൻ കഴിയാൻ വെള്ളമില്ല. GK, അങ്ങനെ തന്നെയാണ്. ഇവർ ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഇവരോട് സമരക്കാരുമായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു നാഷണൽ പാത ഒരു ദിവസം കഴിഞ്ഞ് വെള്ളം വന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എയർ ബ്ലോക്ക് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ആക്കുളം പാർട്ടിൽ 11 സ്ഥലത്ത് എയർ ബ്ലോക്ക് ഉണ്ട്. അതെല്ലാം റിലീസായിട്ട് വരുമ്പോൾ എല്ലായിടത്തും വെള്ളം കിട്ടും. രാവിലെ 9 മണി തൊട്ട് അവരെ കൂടെ ഞാൻ 11 മണി വരെ എയർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ 11 സ്ഥലങ്ങളിലും പോയി. എല്ലാ സ്ഥലത്തും വെള്ളം വന്നു. എല്ലാത്തിൻ്റെയും വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ഉടനെ ഞാൻ മെസ്സേജ് ഉണ്ട്, ഉടനെ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നതാണെന്ന്. രാത്രി ആയപ്പോഴത്തേക്ക് ഒരു നൂല് പോലെ ചില സ്ഥലങ്ങളിൽ വന്ന് അപ്പം തന്നെ അത് വെള്ളം നിൽക്കുകയാണ്. ഇന്നലെ അവർ ഇത് തന്നെയാണ് പറയുന്നത്, വെള്ളം വരെ നിങ്ങൾക്ക്. ഞാൻ അതനുസരിച്ച് മെസ്സേജ് ഇടുകയാണ്. എനിക്ക് ഇവരുടെ അടുത്തൊക്കെ സമാധാനം പറഞ്ഞു. എന്റെ പരിധിയിലല്ല, ഒരു കൗൺസിലറിന്റെ പരിധിയിലല്ല, അത് ഒരു MLA ആണ് ഇത് ക്ലിയർ ചെയ്യേണ്ടത്. GK, അങ്ങനെ തന്നെയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരോട് ഈ പ്രദേശവാസികൾ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അവർ ഇവിടെ നിന്ന് കുടിവെള്ളം ലഭിക്കാതെ മാറില്ല എന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 15 മിനിറ്റിലധികമായി ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ട വാഹനങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ കുടിവെള്ളം ലഭിക്കാതെ അല്ലെങ്കിൽ അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകാതെ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിൽ BJP പ്രതിനിധികളും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള V. മുരളീധരൻ, അതുപോലെ തന്നെ CPM, കോൺഗ്രസ് പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു സംയുക്ത പ്രതിഷേധമായാണ് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ ഉപരോധിക്കുന്നത്. വെള്ളം ലഭിക്കാതെ അവർക്ക് ഇനി അങ്ങോട്ടേക്ക് ഈ പ്രതിസന്ധി സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വന്നത് കഴിഞ്ഞ 15 മിനിറ്റിലധികമായി ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇവിടെ യാത്രക്കാരടക്കം ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 15 മിനിറ്റിലധികമായി ഇവർക്ക് ഇവിടെ നിന്ന് മാറാൻ കഴിയുന്നില്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഇതിന് പരിഹാരം ഉണ്ടാകാതെ പോവില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ നാഷണൽ ഹൈവേ അടക്കം വലിയ തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇവർ പറയുന്നത് ഈ
കടുത്ത വേനൽ വരും, ഏപ്രിൽ മെയ് മാസത്തെ കൂടി അഭിമുഖീകരിക്കേണ്ടതാണ്. ആ സമയത്ത് ഇനി കുടിവെള്ളമേ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. കടുത്ത കുടിവെള്ള ക്ഷാമത്തിൽ പൊറുതിമുട്ടി ഇപ്പോൾ പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം മേഖലയിലാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. 12 ദിവസമായിട്ട് ഇവിടെ കുടിവെള്ളമില്ല എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. പോങ്ങുമൂട് ജല അതോറിറ്റിക്ക് മുന്നിൽ ഇപ്പോൾ CPM-ഉം കോൺഗ്രസും BJP-യും ഒക്കെ സംയുക്തമായ പ്രതിഷേധം നടക്കുകയാണ്. നമ്മൾ കണ്ട പ്രതിഷേധത്തിന്റെ രീതി നാഷണൽ ഹൈവേയിൽ ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചുകൊണ്ട് നടത്തുന്നതാണ്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.